വിവാദങ്ങളിലും കേസുകളിലും പെടുത്തി ഒരു നേതാവിനെ നക്ഷത്രമെണ്ണിക്കാമെന്ന് കരുതി കച്ചകെട്ടിറങ്ങിയ ബി.ജെ.പിയുടെ മൂക്കിന്റെ പാലം തെറിച്ച കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ വട്ടത്തിൽ പൂട്ടാനായിട്ട് അദ്ദേഹം പറയുന്ന ഓരോ വാക്കും നോക്കും അരിച്ചുപെറുക്കി നോക്കുന്ന ബി.ജെ.പി സെല്ലുകൾ കോടതിക്ക് മുന്നിൽ വരച്ചു. അതായത് ഒരു തെളിവ് നേരെ ചൊവ്വെ കൊണ്ടുവരാനുള്ള കഴിവ് പോലും ബി.ജെ.പിക്ക് ഇല്ലാതെ പോയി എന്ന് കോടതിക്ക് മുന്നിൽ തെളിയിച്ചു. സവർക്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസിൽ പ്രധാന തെളിവായി കോടതിയിൽ ഹാജരാക്കിയത് ഒഴിഞ്ഞ CD ആയിരുന്നു. MP-മാർക്കും MLA-മാർക്കും വേണ്ടിയുള്ള പൂനെയിലെ പ്രത്യേക കോടതിയിൽ പ്രധാന തെളിവായി സമർപ്പിച്ച CD ആണ് ശൂന്യമാണ് എന്ന് കണ്ടെത്തിയത്. 2023 ലണ്ടനിലെ പ്രസംഗത്തിനിടെ VD സവർക്കർക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച സവർക്കറുടെ പേരമകനായ സത്യകി സവർക്കറാണ് രാഹുലിനെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഈ സമയത്ത് പ്രസംഗത്തിന് ഒരു CD-യും ട്രാൻസ്ക്രിപ്റ്റും ഇയാൾ സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഏപ്രിൽ 26-ന് കോടതി രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങളിൽ സത്യകി സവർക്കറുടെ വാദം കേൾക്കവേ കോടതി CD തുറന്ന് പ്ലേ ചെയ്തുവെങ്കിലും അതിൽ ഒരു ഡാറ്റയും ഉണ്ടായിരുന്നില്ല. എന്നാൽ CD മുൻപ് കോടതി കണ്ടിരുന്നു എന്നും രാഹുൽ ഗാന്ധിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അടിസ്ഥാനമായി അത് മാറിയിരുന്നു എന്നും പരാതിക്കാരന്റെ അഭിഭാഷകൻ സൻഗ്രാം കോൽഹെഡ്കർ അവകാശപ്പെട്ടു. CD ശൂന്യമായി എന്ന് തെളിഞ്ഞതോടെ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബിലെ വീഡിയോ കാണുവാൻ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് ദത്രേത പവാർ അത്തരം ഓൺലൈൻ കണ്ടന്റുകൾ സ്വീകാര്യമല്ല എന്നും വ്യക്തമാക്കിയതോടെ വാദം പൊളിഞ്ഞു വീണു. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ സെക്ഷൻ 65B സർട്ടിഫിക്കറ്റ് പിന്തുണയ്ക്കുന്ന URL അല്ലാത്തതുകൊണ്ട് തെളിവായി സ്വീകരിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് എതിർപ്പ് മജിസ്ട്രേറ്റ് ശരിവെക്കുകയായിരുന്നു. കോടതിയിൽ തെളിവായി സ്വീകരിക്കുന്നതിന് ഇലക്ട്രോണിക് രേഖകൾ പ്രമാണീകരിക്കുന്നതിന് സെക്ഷൻ 65B സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇതോടെ കോൽഹെക്ടർ മറ്റ് 2 CD-കൾ ഹാജരാക്കുകയും അവ തുറന്ന കോടതിയിൽ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതും പവാർ എതിർത്തു. ഇതോടെ മജിസ്ട്രേറ്റ് അപേക്ഷ തള്ളുകയും കേസ് കൂടുതൽ വാദം കേൾക്കാനായി മാറ്റുകയും ചെയ്തു. ഇതിനു മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾക്ക് മേൽ നിരന്തരം കടന്നുകയറുന്ന ബി.ജെ.പി മൗലിക അവകാശ ലംഘനമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്ത ഹർജി പുല്ലുപോലെ സുപ്രീം കോടതി വലിച്ചെറിഞ്ഞിരുന്നു. 1950-ലെ ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം തടയൽ നിയമപ്രകാരം ഹിന്ദുത്വ സൈദ്ധാന്തികൻ VD സവർക്കറുടെ പേര് സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടാണ് ബി.ജെ.പി കാറ്റിൽ അന്ന് പറത്തിയത്. ഹർജിക്കാരന്റെ മൗലിക അവകാശങ്ങളൊന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ചീഫ് ജസ്റ്റിസ് BR ഗവായിയാണ് അന്ന് ഹർജി തള്ളിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ IPC 499 500 വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സത്യകി സവർക്കർ കഴിഞ്ഞ ഏപ്രിലിൽ കോടതിയെ സമീപിച്ചത്. സത്യകി സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ബിശ്രം ഗൗ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. താനും 5-6 സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിമിനെ മർദ്ദിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്ന് VD സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് സത്യകി അന്ന് പരാതി നൽകിയത്. സവർക്കറെ വിമർശനവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധി സ്ഥിരമായി കോടതിയിൽ ഹാജരാകേണ്ടതില്ല എന്നും കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു. പൂനെയിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ജഡ്ജി അമോൽ ഷിൻഡേയുടേതായിരുന്നു അന്നത്തെ ഉത്തരവ്. രാഹുൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെന്നും അദ്ദേഹത്തിന് നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി അന്ന് അത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിൽ തെളിവ് തേടി രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മിലിന്ദ് പവാർ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി അന്ന് ഉത്തരവിട്ടത്. ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരെ പ്രസ്താവന നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. VD സവർക്കറും സുഹൃത്തുക്കളും ചേർന്ന് മുസ്ലിമിനെ മർദ്ദിച്ചുവെന്നും അതിൽ ആനന്ദം തോന്നിയെന്നും ഒരു പുസ്തകത്തിൽ സവർക്കർ എഴുതിയിട്ടുണ്ട് എന്നാണ് രാഹുലിന്റെ പ്രസംഗം. രാഹുലിനെതിരെ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഇട്ടിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചത്. ഇതിലാണ് തെളിവായി സമർപ്പിച്ച ഹർജി ചീറ്റിപ്പോയത്.